ഇപ്പോൾ തുടക്കത്തിലൂടെ അല്ലെങ്കിൽ പ്രസാദ് പറഞ്ഞു ആ പ്രൊഡ്യൂസർമാരെ ആസാമിൽ നിന്നായിരുന്നു. അപ്പം പിന്നീട് ഇപ്പോൾ കേൾക്കുന്നത് ചോദിച്ചാണ് അപ്പോൾ ഒരുപാട് നല്ല സിനിമകളെ നിർമ്മാണത്തിലൊക്കെ പ്രതിസന്ധികൾ നേരിട്ട ഒരുപാട് നല്ല സിനിമകളെ ലിസ്റ്റ് ചെയ്ത ഒരു പ്രൊഡ്യൂസറാണല്ലോ ചോദിച്ചത്. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പം ആദ്യം ആസാമിൽ നിന്നുള്ള പ്രൊഡ്യൂസർ ആദ്യം ഇങ്ങനെ പറഞ്ഞു കേട്ടു, പിന്നീട് ജോലിക്കാരിലേക്ക് എത്തിയതാണ്. അപ്പോൾ ഒരുപാട് നല്ല കണ്ടന്റുകളെ തോളിലെത്തിയ ഒരു പ്രൊഡ്യൂസറാണ് ചോദിച്ചത്. അപ്പോൾ ആ പ്രൊഡ്യൂസറിനെ കുറിച്ചിട്ടുള്ള ഗുഡ്വില്ലിൻ്റെ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് അദ്ദേഹത്തിന്? നമ്മളൊരു സിനിമ ചെയ്യുമ്പം നല്ല സിനിമ ചെയ്താൽ മാത്രം പോരാ, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗുഡ്വില്ല് പോലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവരുടെ ഒരു എന്താ പറയുക, അവരാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം അത് ഞാൻ ഭയങ്കര ലക്കിയായിട്ട് ഫീൽ ചെയ്യുന്നു. ഗുഡ്വില്ല് പോലെ ഇപ്പം അവരുടെ കിഷ്കിന്ത അറിയാലോ, അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം ഇപ്പം രോമാഞ്ചമായാലും കിഷ്കിന്തായാലും ഒക്കെ വളരെ കമേഴ്ഷ്യലിയും ആൾക്കാരുടെ അടുത്ത് എത്തിയ സിനിമകളാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ ജോബിച്ചേട്ടൻ്റെ കൂടെയും ഗുഡ്വില്ലിൻ്റെ കൂടെയും പടം എത്തിയത്, അവരുടെ അടുത്ത് എത്തിയതൊരു വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഈ ജോബിച്ചേട്ടൻ പടം ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് പ്രോപ്പർ അദ്ദേഹത്തിന് ഇഷ്ടം വരില്ല എന്നുറപ്പുള്ള സിനിമകളിലോട്ടാണ് ഇത്രയും ധാരണയോടുകൂടി ബിസിനസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പടങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ജോബിച്ചേട്ടന് ഈ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിൽ വളരെ എന്താ പറയുക, എനിക്കത് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം കിഷ്കിന്ത കാരണം എന്നുള്ള സിനിമ അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഞാൻ ജോബിച്ചേട്ടനോട് ചോദിച്ചത്, സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പേർക്ക് എന്താ പറയുക പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കുറേ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായാൽ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു കാറ്റഗറി മാത്രം നടക്കും. ജോബിച്ചേട്ടൻ്റെ ഈ ട്രാക്ക് മാറ്റം ഭയങ്കര അടിപൊളിയാണ്. അദ്ദേഹം ഈ പടം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം ആ സിനിമയിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുന്നുള്ളത്. നമ്മൾ നല്ല പടമെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം എടുത്തു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അതിലൊരു പ്ലാനുണ്ട്.